സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവജനമേ, എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഞാൻ പ്രിയ സഹോദരങ്ങളെ എന്ന് വിളിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിച്ചോട്രൂത്തിന്റെ പ്രവർത്തകനായ അൻവർ ഇക്ക പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്യവുമായിട്ട് വന്ന് അത് ആരാണെന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി വന്നു. ദൈവകൃപയാൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ആ വചനം കൊണ്ട് തന്നെ അത് ആരാണെന്നുള്ളതും ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളത് വളരെ ഒരു സന്തോഷമാണ്. മുസ്ലിങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന് ഞാൻ എന്തൊക്കെയാണ് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നിച്ചോട്രൂത്തുകാർ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് ഞാൻ എപ്പോഴും അവരോട് നന്ദി പറയുകയാണ്. വേറെ ഒന്നുമല്ല, ഖുറാൻ കൊണ്ടോ ഹദീസുകൾ കൊണ്ടോ അവരുടെ സിറകൾ കൊണ്ടോ അവരുടെ തഫ്സീറുകൾ കൊണ്ടോ അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു നല്ല പ്രവാചകനെയും കള്ളപ്രവാചകനെയും കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് അവർ കേരളക്കര മുഴുവനും നടന്നുകൊണ്ട് ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, കൈകടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കള്ളത്തരം പറഞ്ഞ് മുമ്പോട്ട് പോയ ആൾക്കാർക്ക് ബൈബിൾ എടുത്തിട്ട് ഓരോന്ന് സ്ഥാപിക്കേണ്ടി വന്നു. അപ്പോൾ പുതിയ നിയമം കൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അൻവർക്ക് കള്ളപ്രവാചകൻ ആരാണെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ നിയമം കൊണ്ട് മാറ്റി വെച്ചിട്ട് പഴയ നിയമം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കേട്ടോ, പഴയ നിയമം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ പഴയ നിയമത്തിൽ എവിടെയാണ് ഈ കള്ളപ്രവാചകൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തു പറയുന്നു? ശരിക്കും കേൾക്കണേ, ശരിക്കും കേൾക്കണം, കേൾക്കാതിരിക്കരുത്. പറ. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, യേശുവിൻ്റെ ഉപദേശങ്ങളിൽ കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. ശരിയാ, ചർച്ച നല്ല അടിപൊളിയായിരുന്നു. ഇജ്ജും സ്ഥാപിച്ചു, ഞാൻ സ്ഥാപിച്ചു മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന്. മനസ്സിലായോ? ഇജ്ജു കൊണ്ടുവന്ന അതേ ബൈബിൾ വാക്യം കൊണ്ട് തന്നെ നോമും അങ്ങോട്ട് സ്ഥാപിച്ചിരിക്കണു മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണെന്ന്. തളരരുത് അൻവറേ, തളരരുത്. പറ, തളരാതെ പറയൂ, മടി വിചാരിക്കണ്ടാവും, പറയട്ടെ. ഇനി മഹാനായ മോശെ പ്രവാചകൻ കള്ളപ്രവാചകനെയും സത്യപ്രവാചകനെയും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിച്ചതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തീർന്നില്ല കേട്ടാ, ഇനിയും ഉണ്ട്. യേശു പറഞ്ഞ വചനം വെച്ച് പണി കൊടുത്തോ പോരാ മുഹമ്മദിന്, ഇനി മോശ പറഞ്ഞതോടെ വെച്ച് പണി കൊടുക്കാൻ പോവാണ്. എന്റെ അൻവറെ സമ്മതിക്കണം കേട്ടോ. അൻവറിന് ഇത് എങ്ങനെ ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ ഇങ്ങനെ ബൈബിളിലെ വാക്യം വെച്ചുകൊണ്ട് മുഹമ്മദിന് പണി കൊടുക്കാൻ? എന്തൊക്കെയാണെങ്കിലും തളരാതെ നിൽക്കുന്ന ഈ പോരാട്ടത്തിന് നന്ദി അഭ്യർത്ഥിച്ചുകൊണ്ട് പറയൂ അൻവറെ. ബൈബിൾ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായം. ഓൻ പുതിയ നിയമം വിട്ടിട്ട് പഴയ നിയമം കയറി കേട്ടോ. 18-ാം അധ്യായത്തിലാ പിടിച്ചിരിക്കുന്നത്. ഏതാ? ആവർത്തന പുസ്തകത്തിന്റെ അത് 18-ാം അധ്യായത്തിലാ പിടി. മുറുകെ പിടിച്ചോ, വിടരുത് അൻവറേ, വിടരുത്. പിടിവിടാതെ പറയണം കേട്ടോ. പറയൂ, കേൾക്കട്ടെ. ആ 18-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനം നമുക്കിപ്രകാരം വായിക്കാം. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കും. ഇതാണ് ബൈബിളിലെ വചനം. വചനം ഇതാണല്ലേ. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അൻവറേ, തകർത്തു കേട്ടോ. അടിപൊളി അൻവറേ. അപ്പൊ ഈ പ്രവാചകൻ, ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ
ആ ഈ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, ഈ രണ്ട് കാലിലൂടെ സ്വയം വെടിവെച്ചിട്ട് പടശോനേന്ന് പറഞ്ഞു മുകളിലേക്ക് നോക്കുന്ന പണിയാണല്ലോ ഇത്. അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എന്റെ നാമം എന്ന് പറയുമ്പോഴത്തേനും ഏതാണ് ആ നാമം? നിങ്ങൾക്ക് ഈ 99 നാമവിശേഷ ഗുണങ്ങളുണ്ടല്ലോ, അതിലെവിടെയെങ്കിലും ഈ ആവർത്തന പുസ്തകത്തിലോ അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹോവ എന്ന നാമം ഉണ്ടോ? നിങ്ങളുടെ ഈ ക്ലബ് ഹൗസിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ കിടന്നുകൊണ്ട് കുറെ എണ്ണം ഉണ്ട് യഹോവയെ തെരുവ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ ഇവരെ ആദ്യമേ വിളിച്ചൊരു ക്ലാസ് ഒക്കെ ഇരുത്തിയിട്ട് നാക്കേൽ എഴുതി കൊടുക്കുക കേട്ടോ, അള്ളാഹു തന്നെയാണ് യഹോവ എന്നിട്ടൊക്കെ വാ. മനസ്സിലായോ? നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ബൈബിളിൻ്റെ അകത്ത് എന്തിനാ അക്ബർ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കല്ലേ, ബൈബിളിൻ്റെ അകത്ത് യുദ്ധങ്ങൾ ചെയ്യിച്ച യഹോവയുണ്ടെന്ന്. നാണമില്ലേ? ഇങ്ങനെ നാണം കെട്ടുപോയോ നിങ്ങള്? വെറുതെ എന്തിനാണ് അൻവർ ഈ പണിക്ക് ഇറങ്ങിയത്? അൻവർ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ഇറങ്ങാവൂ എന്നുള്ളത്? ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ, ചിന്തിച്ചിട്ടൊക്കെ വരാവൂ. ഇനി അൻവറിന് എന്തോ പറയാനുണ്ടോ? പറ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശബ്ദം കേട്ടൊന്നും ചിന്തിക്കുന്നില്ല. ശബ്ദം കേട്ടിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് കുറച്ച് തെളിവുകൾ വെച്ച് അങ്ങോട്ട് ചിന്തിച്ചാലോ? അൻവർ എന്തു പറയുന്നു? ചിന്ത എല്ലാത്തിനും നല്ലതാണ് അൻവറെ, നമുക്ക് ചിന്തിച്ചാലോ? അൻവർ അൻവറെ കേൾക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കള്ളപ്രവാചകനായിരുന്നു എങ്കിലല്ല. നോ 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 ആണ്. മനസ്സിലായോ? എന്റെ പൊന്നടാവേ, അത് തന്നെ. അല്ലാന്നല്ല, ആണെന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു കാര്യം, നിർത്തരുത്, തുടങ്ങിക്കോ. അദ്ദേഹം മരണശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായി ചരിത്രം രേഖപ്പെടുത്തുമായിരുന്നു. അപ്പൊ ഒരു സംശയം, മുഹമ്മദ് മരിച്ചില്ലേ? മുഹമ്മദ് മരിച്ചില്ലേ? മുഹമ്മദ് മരിച്ചില്ല, അല്ല മരണശിക്ഷ ഏറ്റിട്ടില്ല എന്നായിരിക്കും പറഞ്ഞത്. എന്തു ആയിക്കോട്ടെ, അൻവറെ തുടരൂ. എന്നാൽ മരണത്തെ ഒരിക്കലും ഭയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ടാണ് ലോകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ അൻവർ സത്യസന്ധനാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങ് തിരിച്ചെടുക്കുക കേട്ടോ. മനസ്സിലായോ? കഴിഞ്ഞ എപ്പിസോഡിൽ അൻവർ സത്യസന്ധനാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തു. മനസ്സിലായല്ലോ? കാരണം കള്ളം പറയുന്നു ആര്? അൻവർ. കാരണം മുഹമ്മദ് മരണത്തെ ഭയപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് അൻവറെ എങ്ങനെ ശരിയാകും? അൻവറെ, നിച്ചോ ട്രൂത്തിന്റെ ഡയറക്ടറായ അക്ബറോ കള്ളം പറയും, കൂടെ നിൽക്കുന്ന അതേ ആൾക്കാർ മുല്ലപ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ കണക്ക് അൻവറും ആ പാത തന്നെ പിന്തുടരുകയാണല്ലോ അൻവറെ. അല്ലെങ്കിൽ ഈ എപ്പിസോഡൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരെല്ലാം ഒന്ന് പറയണ്ടേ, ഇക്ക പറഞ്ഞത് ചക്കയുടെ മുകളിൽ ഇരിക്കുന്ന കണക്കാണ്, മുള്ളു കൊള്ളു എന്നേലും പറയണ്ടേ? ഇത് വല്ലാത്ത പണിയാണല്ലോ. നിങ്ങളെ മുൻനിർത്തി നല്ല 8ന്റെ പണി തരുമോ കേട്ടോ അൻവറെ. അൻവർ അവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല. അൻവറെ സത്യം മനസ്സിലാക്കുക എന്നുള്ളത് വേറൊരു വശവും കൂടാണ്. ഇനി എന്താണ് അൻവറിന് പറയാനുള്ളത്? മുഹമ്മദിന് എന്തൊക്കെയാണ് മരണത്തെ ഭയപ്പാടില്ല എന്നൊക്കെ പറഞ്ഞ് വെറും കള്ളമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും അൻവർ അൻവർ ഒന്ന് കേൾക്കട്ടെ, പറയൂ. കാരണം അദ്ദേഹത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്ത് മാഇദയിലെ 67-ാമത്തെ സൂക്തത്തിലൂടെ വ്യക്തമായിട്ട് ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു പ്രവാചകന് നൽകിയ വാഗ്ദാനമാണ് അത്, അദ്ദേഹത്തിൻ്റെ സംരക്ഷണം. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിറവേറ്റുകയും സമാധാനത്തോടുകൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ്. ഇത് നമ്മെ അറിയിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധതയുടെ അടയാളമാണ്. 5:67 ആണല്ലേ? ഹേ റസൂലെ, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്.
സത്യനിഷേധികളായ ആളുകളെ തീർച്ചയായും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. കൊള്ളാം. അപ്പൊ അൻവറെ, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ഈ ആയത്തം പ്രകാരം അപ്പോൾ മുഹമ്മദ് സമാധാനത്തോടെയാണ് മയ്യത്തായതെങ്കിൽ മുഹമ്മദ് ഒരു സത്യപ്രവാചകനാണ്. ശരിയാണല്ലോ? ശരിയാണേ? എന്നുവെച്ചാൽ സമാധാനത്തോടെയാണ് മുഹമ്മദ് മയ്യത്തായതെങ്കിൽ മുഹമ്മദ് സത്യപ്രവാചകനാണ്, അല്ലെങ്കിൽ കള്ളപ്രവാചകനാണ്. സമ്മതമാണോ? സമ്മതമാണെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തു പറയുന്നു? ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ 5-67 പ്രകാരം മുഹമ്മദ് സമാധാനത്തോടെയാണ് മയ്യത്തായതെങ്കിൽ മുഹമ്മദ് സത്യപ്രവാചകൻ, അല്ലെങ്കിൽ സമാധാനത്തോടെ അല്ല, അതിനു മുമ്പൊക്കെ നിലവിളിയും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ മുഹമ്മദ് ആരാ? കള്ളപ്രവാചകൻ. ഓക്കെ, എന്നാ നമുക്കൊന്ന് പരിശോധനയിലേക്ക് കടങ്ങാം. കേട്ടല്ലോ? അൻവർ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വെച്ച് നോക്കാം. ഇനി അങ്ങോട്ട് കള്ളപ്രവാചകനാണോ സത്യപ്രവാചകനാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ ആ ബൈബിളിന്റെ വാക്യം വെച്ചുകൊണ്ട് കള്ളപ്രവാചകനാണെന്നുള്ളത് ബോധ്യമായി. മനസ്സിലായല്ലോ? ഏതാ? ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് ആ വാക്യം വെച്ച്. ഇനി നമുക്ക് നിങ്ങളുടെ പുസ്തകം ഉണ്ടല്ലോ, ഈ ഖുറാൻ എന്നൊക്കെ പറയുന്നത്, നിങ്ങളത് തള്ളിയോന്ന് അറിയത്തില്ല. നമുക്കത് വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്തു പറയുന്നു? കേട്ടോ, ഈ 69 അധ്യായമുണ്ട് ഖുറാൻ, യഥാർത്ഥ സംഭവം. മനസ്സിലായേ? യഥാർത്ഥ സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് കള്ളത്തരമായ സംഭവമല്ല, പറഞ്ഞു കേട്ട സംഭവമല്ല, യഥാർത്ഥ സംഭവമാണ്. ആ യഥാർത്ഥ സംഭവത്തിന്റെ അകത്ത് 44-ഉം 45-ഉം ഒക്കെ വായിക്കുമ്പോഴത്തേനും അവിടെ ഒരു സംഭവം കിടപ്പുണ്ട്. നമ്മുടെ പേരിൽ അദ്ദേഹം പ്രവാചകൻ വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാം വലതുകൈ കൊണ്ട് പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും ചെയ്യുമായിരുന്നു. കേട്ടേ? എന്താണ്? ശരിക്കും കേട്ടോണം. വേറെ ഒന്നുമല്ല, വ്യാഖ്യാനം ഒന്നുമില്ല. നമ്മുടെ പേരിൽ അദ്ദേഹം, ബ്രാക്കറ്റിൽ പ്രവാചകൻ എന്നുണ്ട്, വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ ജീവനാടിയിലാണ് പ്രശ്നം കേട്ടോ. ജീവനാടി എന്ത് മുറിച്ചു കളയും എന്നുള്ളത്. എന്നാൽ ഈ ജീവനാടിക്ക് വല്ലതും സംഭവിച്ചോന്നും നോക്കണ്ടേ? ജീവനാടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ നോക്കണമല്ലോ. അൻവറെ, മനസ്സിലായോ? കേട്ടോ, ആയിഷ പറയുന്നു, അസുഖം മൂലം മരിക്കാൻ കിടന്ന പ്രവാചകൻ പറയുമായിരുന്നു, ഓ ആയിഷ, ഞാൻ ഇപ്പോഴും ഖൈബറിൽ നിന്ന് കഴിച്ച ഭക്ഷണം മൂലം ഉണ്ടായ വേദന അനുഭവിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ആ വിഷം കാരണം എൻ്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ അനുഭവപ്പെടുന്നു. ജീവനാടിയേ അൻവറെ, ശരിയാണോ അൻവറ? ഇത് എൻ്റെ പൊന്നടാവേ, നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ അത് മൊത്തം തിരിച്ചടിക്കുന്ന ഒരു വിഷയത്തിലേക്കായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും അൻവറ? ഇത് നമുക്കതൊന്ന് പരിഹരിക്കണ്ടേ? കാരണം കള്ളപ്രവാചകനെ കൊല്ലുന്നത് ജീവനാടി മുറിച്ചായിരിക്കുമെന്ന് ഖുറാനും ജീവനാടി മുറിഞ്ഞതുപോലുള്ള വേദന താൻ അനുഭവിക്കുന്നുവെന്ന് മരണസമയത്ത് മുഹമ്മദും പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ചേർത്ത് വെച്ച് ചിന്തിച്ചാല് ഈ ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബുദ്ധി. ആ ബുദ്ധി ഉള്ളവർക്ക് എന്ത് ചെയ്യും? കാര്യം പിടികിട്ടും. കാര്യം മനസ്സിലായല്ലോ? അൻവറാണ് പറഞ്ഞത് എന്ത്? യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ ഏറ്റവും സമാധാനത്തോടെയുള്ള മരണമാണ്. അപ്പൊ സമാധാനത്തോടെയുള്ള മരണം അനുഭവിച്ചാണെങ്കിൽ അല്ലെ ഈ ജീവനാടി ഖുറാനും ഈ ഇദ്ദേഹത്തിന്റെ നിലവിളിയും ഒരുപോലെ വന്നല്ലോ അൻവറെ. എന്തെങ്കിലും ആയിക്കോട്ടെ, അൻവർ എന്താ പറയുന്നത്? സമാധാനത്തോടെ മരിച്ചു എന്നല്ലേ? സമാധാനത്തോടെ മരിച്ചൊന്നു ആണോ? ശരിയാണോ? ആണോ അൻവറെ? എന്നാ ഒന്ന് കേട്ടു നോക്കാം. സമാധാനത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. അടുത്ത സമാധാനം കേട്ടോ. ആയിഷ നിവേദനം, നബി മരണപ്പെട്ട രോഗത്തിൽ ഇപ്രകാരം പറഞ്ഞു, ആയിഷ, ഖൈബറിൽ വെച്ച് ഞാൻ ഭക്ഷിച്ച വിഷം കലർത്തിയ മാംസത്തിന്റെ വേദന ഇതുവരെ ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അത് അവസാനിക്കുന്നതിന്റെ സമയമാണ്. സമാധാനമായിരുന്നു കേട്ടോ. രോഗത്തിന്റെ മാംസത്തിന്റെ വേദനയെ ഇതുവരെ എത്ര നാൾ അനുഭവിച്ചു?
സമാധാന മരണമായിരുന്നു അല്ലേ അൻവറെ? അൻവറെ സമാധാന മരണമായിരുന്നു. അൻവർ എന്താ പറഞ്ഞത്? അൻവറിന് എന്തോ പറയാനുണ്ട്, പറഞ്ഞ അൻവറെ. സമാധാനത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. ആ ഓക്കെ, അപ്പൊ കേട്ടല്ലോ, അൻവർ പറഞ്ഞത് കേട്ടെ. അൻവർ പറഞ്ഞതിന് ഒരു മറുപടി കൂടെ ഉണ്ട്. ആയിഷ പറയുന്നു, നബിക്ക് മരണത്തിന്റെ രോഗം ബാധിച്ചപ്പോൾ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഉന്നത സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ എത്തിക്കണമേ. മനസ്സിലായോ? ഉന്നത സുഹൃത്തുക്കളുടെ കൂട്ടത്തിലേ എത്തിക്കണേന്ന്. കാരണം അവിടെ എത്തുമെന്ന് പോലും പുള്ളിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. എന്താ? വേദന കൂടിയിട്ടേ. വേദന കൂടി. ഭയങ്കര സമാധാന വർണ്ണമായിരുന്നല്ലേ. പക്ഷെ ഇത് കേട്ടിട്ട് അൻവറിന് എന്തോ പറയാനുള്ളത്. അൻവറെ പറഞ്ഞ അൻവർ എന്താ അൻവറെ? സമാധാനത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. ആ എന്താണ് അൻവർ എന്താ പറഞ്ഞ? സമാധാന വർണ്ണമല്ലേ. ദേ അടുത്ത സമാധാന വർണ്ണം. ആയിഷ നിവേദനം, നബി മരണവേളയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരികയും എനിക്ക് കരുണ ചെയ്യുകയും ചെയ്യണമേ. സമാധാന വർണ്ണമാണ്. ഭയങ്കര സമാധാന വർണ്ണമാണ് അൻവറെ. ഇത്രയും സമാധാന വർണ്ണം അൻവർ ഇത് എങ്ങനെ കിട്ടിയേ? ഇത് അൻവർ തന്നെയാണ് പറഞ്ഞത് സമാധാന വർണ്ണമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ഇതൊക്കെയാണെന്നാ പറഞ്ഞത്. എന്നാ തള്ള അൻവറായി തള്ളിയത്? കുറച്ചെങ്കിലും ഒക്കെ തള്ളുന്നതിന് മുമ്പായിട്ടൊന്ന് നോക്കണ്ടേ? ഇതിപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് അൻവറും നിച്ചോ ട്രൂത്തുകാരുടെ കപ്പൽ തള്ളി കട്ടപ്പനെ കൊണ്ടുപോയി വെച്ച അവസ്ഥയല്ലോ, ഇടുക്കി ഡാമിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച അവസ്ഥയായല്ലോ. അമ്മാതിരി തള്ള കേട്ടോ. ഇനി ഫ്ലൈറ്റ് എങ്ങാനും വല്ല ഇത് ഇന്ധനം തീരുന്ന സമയത്തെ നിച്ചോ ട്രൂത്തുകാരെ കയറ്റിവിടാം. മാനത്ത് നിന്ന് തള്ളിക്കൂടാ, ആകാശത്ത് നിന്ന് തള്ളി അടുത്ത അമേരിക്കയിലോ, അമേരിക്കയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആണല്ലോ, ഈ ഇറാനിലേക്കാണല്ലോ പോണ്ടേ, അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി നിങ്ങൾ പതുക്കെ ഇറക്കി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായോ? അൻവറിന് എന്താ പറയാനുള്ളത്? പറയാൻ പറയേ, മടിക്കണ്ട, പറ. സമാധാനത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. അൻവറിന്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോഴാണ്, അൻവറെ ഈ മുഹമ്മദ് മരിക്കാറായി കിടക്കുന്ന സമയത്ത്, രോഗം പിടിച്ചു കിടക്കുന്ന സമയത്ത് മരുന്ന് കുടിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു മരുന്നിനോട് വരെ വെറുപ്പ് തോന്നിയിട്ട് എന്ത് ചെയ്ത് പുള്ളിയെ കൊണ്ട് നിർബന്ധമായിട്ട് കുടിപ്പിച്ചവരെ കൊണ്ട് ഒറ്റ ഒരെണ്ണം ഇവിടുന്ന് കുടിക്കാതെ ഒരെണ്ണം പോലും ഞാൻ ഇവിടുന്ന് വിടുകയില്ല എന്നുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാരെ കൊണ്ടും മരുന്ന് കുടിപ്പിക്കണമെന്നൊക്കെ ഉള്ള ബോധത്തിൽ കിടന്ന മനുഷ്യനാണ്. സമാധാനം പറഞ്ഞോ? ഞാൻ പറഞ്ഞതല്ല കേട്ടോ, 6 വയസ്സുകാരി ആയിഷ കുട്ടി പറഞ്ഞതാണ്. ഇതേ കുട്ടി പറയുന്നത് കേട്ടോ കേട്ടോ. ആയിഷ നിവേദനം, രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ മരുന്ന് തൊട്ടുകൊടുത്തു. നിങ്ങൾ എന്നെ നിർബന്ധിച്ച് മരുന്ന് കുടിപ്പിക്കേണ്ടതില്ലെന്ന് നബി ആംഗ്യം കാണിച്ചു. ഞങ്ങൾ പറഞ്ഞു, രോഗിക്ക് മരുന്നിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് അങ്ങനെ അരുളുന്നത്. നബിക്ക് ബോധം വന്നപ്പോൾ അവിടുന്ന് അരുളി, നിങ്ങൾ എന്നെ നിർബന്ധിച്ച് മരുന്ന് കുടിപ്പിക്കേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞു, രോഗി മരുന്ന് വെറുക്കും, അത് സ്വാഭാവികമാണ്. നബി അരുളി, ഞാൻ നോക്കി നിൽക്കെ നിർബന്ധിച്ച് മരുന്ന് കുടിപ്പിച്ചാലല്ലാതെ ഈ വീട്ടിലുള്ള ഒരാളെയും ഞാൻ വിടുകയില്ല. അബ്ബാസിനെ മാത്രം ഒഴിവാക്കും, അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല. കേട്ടാ? സമാധാന മരണത്തിന് വേണ്ടി ചരിത്രം വരെ കുറിച്ചു വെച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ ഈ മരണം ഒന്ന് നേരെ ആകാൻ വേണ്ടി എന്ത് ചെയ്തു? എന്ത് ചെയ്തു? മരുന്ന് കുടിപ്പിച്ച സമയത്ത് പോലും പ്രശ്നമായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, കരിഞ്ജീരകം എന്ന് പറയുന്നത് എന്താണ്? മരണം എന്ന രോഗത്തെ വരെ മാറ്റുമെന്നാണ് പറഞ്ഞത്. അല്ല, ഈ സമയത്ത് ഈ കൈബറിലെ വിഷം കൊണ്ട് കിടക്കുന്ന സമയത്ത്, ഇത്രത്തോളം പ്രശ്നമായിട്ട് കിടക്കുന്ന സമയത്ത് ഇത് ഒന്നും ഈ കരിഞ്ജീരകം ഒന്നും കിട്ടിയില്ലേ? ഇഷ്ടം പോലെ അങ്ങോട്ട് അരച്ചു കൊടുക്കാൻ വയ്യായിരുന്നു. ഇനി ഇത് കേട്ടപ്പോ അൻവറിന് വേറെ എന്തോ പറയാനുണ്ട്. പറയാൻ പറ, കേക്കട്ടെ. സമാധാനത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. അൻവർ വിടത്തില്ല കേട്ടോ. അൻവർ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു രക്ഷയില്ല. സമാധാന വർണ്ണം എന്നാ പറയുന്നത്. എന്നാ ഇനി അടുത്തോ നോക്കാം. ഈ ഇത്രോ നേരം ആയിഷ കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനി അനസ് എന്താ പറയുന്നേ നോക്കാം. അനസ് പറയുന്നു,
നബിക്ക് രോഗം മൂർച്ഛിച്ച സന്ദർഭത്തിൽ ഇടയ്ക്കിടെ ബോധക്ഷയം ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഫാത്തിമ പറഞ്ഞു, ഹാ ഹോ, എൻ്റെ പിതാവിൻ്റെ കഷ്ടപ്പാട്. നബി അരുളി, ഈ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിന് കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാവില്ല. നബി മരണപ്പെട്ടപ്പോൾ ഫാത്തിമ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് രക്ഷിതാവ് ഉത്തരം നൽകിയല്ലോ. കേട്ടോ അൻവറ? മരണത്തിന്റെ സമയത്തെ ബോധക്ഷയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ അൻവറിന്റെ വാദം അനുസരിച്ച് ഈ സമാധാനത്തോടെ മരിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് സത്യപ്രവാചകനാണ്. ഇതൊരു സമാധാനം പോലും ഇല്ല. നിങ്ങൾ ഇപ്പോഴും മുഹമ്മദിന് സമാധാനം കൊടുക്കണേ 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 എന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ഇറക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? സമാധാനത്തോടെ മരിച്ച ഒരു മനുഷ്യന് പിന്നിനി എന്തിനാണ് നിങ്ങൾ സമാധാനം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം? ബോധക്ഷയം ഉണ്ടായിക്കൊണ്ട് ഹാ ഫാത്തിമ പറഞ്ഞു, ഹാ ഹോ, എൻ്റെ പിതാവിൻ്റെ കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലായോ? വാട്ട് ഈസ് ദാറ്റ് ഈസ് നോ നഹി എന്ന് പറഞ്ഞ കണക്കായിപ്പോയി. അൻവറേ, എന്ത് ചെയ്യാൻ പറ്റും? ഇനി മരണസമയം എങ്ങനെയായിരുന്നു അതറിയാവോ അൻവറേ? ആ, ഇത് ആയിഷ കൊച്ചു പറയുന്നുണ്ട്. മനസ്സിലായോ? എന്തോ എന്താ അൻവറിന് എന്തോ പറയാനുണ്ടെന്നോ? ആ പറഞ്ഞോ, പറയാൻ പറ. ആ, സമാധാനത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. അൻവർ പിന്നെ ഇത് തന്നെയാ പറയുന്നത്, ഈ സമാധാനത്തോടെ മരിച്ചു, സമാധാനത്തോടെ മരിച്ചു. ഇത്രയും നേരം ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഇനി അവസാന നിമിഷം എന്തായിരുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. ആയിഷ പറയുന്നത് എന്താണെന്നറിയോ? ആയിഷ പറയുന്നു, എൻ്റെ ഊഴ ദിവസം വീട്ടിൽ വെച്ച് എൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തിരുമേനി പരലോകം പ്രാപിച്ചത് അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹം അത്രേ. മരണവേളയിൽ അള്ളാഹു എൻ്റെയും തിരുമേനിയുടെയും തുപ്പുനീരുകൾ കൂട്ടിച്ചേർത്തു. കയ്യിൽ ഒരു മിസ്വാക്കുമായി അബ്ദുറഹ്മാൻ കടന്നു വന്നു. ഞാൻ തിരുമേനിയെ താങ്ങിയിരിക്കുകയായിരുന്നു. തിരുമേനി അബ്ദുറഹ്മാനെ നോക്കിയപ്പോൾ അവിടുന്ന് പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് വേണ്ടി ഞാനത് വാങ്ങട്ടെയോ? തിരുമേനി സമ്മതഭാവത്തിൽ തലയാട്ടി. ഞാനത് വാങ്ങി. അത് കുറെ കടുപ്പമുള്ളതായിരുന്നു. ഞാൻ ചോദിച്ചു, അങ്ങേക്ക് വേണ്ടി ഞാനത് പല്ലുകൊണ്ട് ചവച്ച് മൃദുവാക്കട്ടെയോ? അപ്പോഴും തിരുമേനി സമ്മതഭാവത്തിൽ തലയാട്ടി. ഞാനത് മൃദുവാക്കി കൊടുത്തു. തിരുമേനി അതുകൊണ്ട് പല്ല് തേച്ചു. തിരുമേനിയുടെ മുൻപിൽ ഒരു വെള്ളിപ്പാത്രം ഉണ്ടായിരുന്നു. അവിടുന്ന് ആ പാത്രത്തിൽ കൈയിട്ട് മുഖത്ത് തടവിക്കൊണ്ട് ഇങ്ങനെ അരുളി, ലാ ഇലാഹ ഇല്ലല്ലാഹു, മരണത്തിന് ചില വെപ്രാളങ്ങളുണ്ട്. അനന്തരം അവിടുന്ന് തൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഉന്നതരായ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ എന്നെ എത്തിക്കണമേ. അവസാനം അവിടുത്തെ ജീവൻ വിട്ടുപിരിഞ്ഞു. കൈ തളർന്നു ചാഞ്ഞു. അൻവറേ, എൻ്റെ പൊന്നടാവേ, ഈ കൊണ്ടുവരുന്ന സാധനം മൊത്തം രണ്ട് കാലിലും വെടിവെച്ചിട്ടുമല്ല, ശരീരം മുഴുവനും വെടിവെച്ച് അരിപ്പ പോലെ വല പോലെ നിന്നിട്ടും ഒരു രക്ഷയില്ലല്ലോ അൻവറേ. ഈ മുഹമ്മദിനെ എങ്ങനെയെങ്കിലും ഒരു സത്യപ്രവാചകനാക്കാൻ വന്നിട്ട് ഇതിപ്പോ ആകെ 8ഉം 10ഉം ആകെ പ്രശ്നമായല്ലോ. എന്ത് ചെയ്യും അൻവറേ? അൻവറേ, ഈ ഹദീസിൻ്റെ അകത്തും പറയുന്നത് എന്താ അറിയോ? മരണത്തിന് ചില വെപ്രാളങ്ങളുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അല്ല അൻവറേ, ഞാനേ വർഷങ്ങളായിട്ട് ഈ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് സഹോദരങ്ങളെന്ന് വിളിക്കാം, നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അന്യമതത്തിൽപ്പെട്ട ഒരുത്തനെ സഹോദരനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത് വേറൊരു വശം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അൻവറിനോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു മറുപടി തന്നാൽ മതി. ആയിഷ പറയുന്നത്, എൻ്റെ ഊഴ ദിവസം വീട്ടിൽ വെച്ച് എൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തിരുമേനി പരലോകം പ്രാപിച്ചത് അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹം അത്രേ. മരണവേളയിൽ അള്ളാഹു എൻ്റെയും തിരുമേനിയുടെയും തുപ്പുനീരുകൾ കൂട്ടിച്ചേർത്തു. പിന്നെ ഫുൾ സ്റ്റോപ്പാണ്. കണ്ടല്ലോ. അല്ല അൻവർ, ഈ മരണവേള അള്ളാഹു മുഹമ്മദിന്റെയും ഈ ആയിഷയുടെയും തുപ്പുനീരുകൾ എങ്ങനെ കൂട്ടിച്ചേർത്തത്? അതൊന്ന് പറയാമോ? ഇതൊക്കെ സമാധാനത്തിന്റെ ദൂതനൊക്കെയാണല്ലോ. ഈ അവസാന നിമിഷം ഞാൻ ഈ ഏറ്റവും കൂടുതൽ ഈ എന്തുവാ തുപ്പുനീരുകൾ കൂട്ടിച്ചേർക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ റിക്കി പോണ്ടിങ് ഉണ്ടല്ലോ, ആസ്ട്രേലിയൻ കളിക്കാരൻ. അദ്ദേഹം ഫീൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രണ്ട് കൈയിലേക്ക് ഇങ്ങനെ തുപ്പിയിട്ട് ഇങ്ങനെ തിരുമും. അത് കളിയുടെ ഭാഗമാണ്. ഇത് എങ്ങനെയാണ് ഈ തുപ്പുനീരുകൾ കൂട്ടിച്ചേർത്തതെന്ന് അൻവറിനെ പോലുള്ളവർക്കൊന്ന് പറയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു.
അൻവറെ ഒന്ന് പറയണേ, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ആവർത്തന പുസ്തകം 18 അധ്യായം 20 വാക്യമായിട്ട് വന്നിട്ട് പറയാണ്, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയും അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുന്ന ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. എൻ്റെ പൊന്നടാവേ, എൻ്റെ നിച്ചോട്ടൂത്തുകാരെ, വേറെ ഒരു വചനവും കിട്ടിയില്ലേ? വേറെ ഒരു വചനവും കിട്ടിയില്ലേ നിങ്ങൾക്കിത്? ഈ വചനത്താലും നിങ്ങളുടെ പ്രവാചകൻ ആരായി? ഇതായി. മുഹമ്മദിന് അഹങ്കാരമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? മുഹമ്മദിനോളം അഹങ്കാരം ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? മുഹമ്മദ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാമം കേൾക്കുമ്പോൾ 1 മാസം വഴിയാത്ര ദൂരത്തിലുള്ളവർ പോലും ഭയപ്പെടുമായിരുന്നു എന്ന്. അഹങ്കാരത്തിന്റെ വർത്താനമല്ലേ ഇത്? പിന്നെ യഹോവയുടെ നാമത്തിൽ പക്ഷെ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ, യഹോവ എന്ന ദൈവത്തിന് അള്ളാഹു എന്ന് പറയുന്ന ഒരു പേരുണ്ടോ? ഉണ്ടോ? നിങ്ങൾ അന്നേരപ്പോഴത്തേന് ഇത് കേൾക്കുന്ന കുറെ ആണ് ഇനി അറബി ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബാ എന്ന് പറയും, വരൂ, ഖമോൺട്രാ എന്ന് ഞാൻ ഇങ്ങനെ പറയും. മനസ്സിലായോ? അൻവറെ കള്ളപ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവ് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. യഹോവയുടെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ എന്നാണ്, യഹോവയുടെ നാമത്തിൽ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം, യഹോവയായ ദൈവം പ്രവാചകനോട് കൽപ്പിക്കാത്ത വചനം യഹോവയുടെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുക. മനസ്സിലായോ? മുഹമ്മദ് എവിടെയെങ്കിലും ഒരു കരിയിലെ അനക്കത്തിനെങ്കിലും യഹോവ എന്ന നാമം പറഞ്ഞായിട്ട് നിങ്ങൾക്കൊന്ന് സ്ഥാപിക്കാവോ? ഒന്ന് സ്ഥാപിക്കാവോ? വെല്ലുവിളിക്കുന്നു ലോകം മുസ്ലിങ്ങളെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. പറ്റുമോ? നിങ്ങളുടെ തഫ്സീറുകാരെ എഴുതി വെച്ചിരിക്കുന്നൊന്നല്ല, മുഹമ്മദ് വിളിച്ചതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ യഹോവയായ ദൈവമേന്ന്? ഉണ്ടോ? പിന്നെയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുക ചെയ്താൽ, മനസ്സിലായോ? അള്ളാഹു എന്ന് പറയുന്ന ആ കാബയിലിരുന്ന വിഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനിയുടെ നാമത്തിലാണ് ആര്? മുഹമ്മദ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് താൻ കുഴിച്ച കുഴിയിൽ തന്നെ മുഹമ്മദ് വീണത്, ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദനയായിട്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സിണക്കപ്പെട്ട് ഇസ്ലാമിനോട് മനസ്സിണക്കപ്പെട്ട് അവരുടെ വാതിൽ പകുതി ചാരി ഇട്ടിട്ട് തല അപ്പുറത്തും ഉടലിപ്പുറത്തുമായിട്ട് ഇരിക്കുന്ന മനസ്സിണക്കപ്പെട്ട ജിഹാദികളോട് പറയുകയാണ്, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. കാരണം സത്യ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ പരിപാടിക്ക് പോണത്. ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ പരിപാടിക്ക് പോണത്. മനസ്സിലായോ? അവരോട് ഏതാണ്ട് ഒരു സഖ്യത ഉണ്ടാക്കാൻ വേണ്ടി സാത്താനുമായിട്ട് കൂട്ടുപിടിക്കുന്നതിന് തുല്യമാണത്. മനസ്സിലായോ? അതുകൊണ്ട് അൻവറെ, അപ്പൊ ഇതും പൊളിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. പക്ഷേ നിർത്തുകയാണ്, ഈ എപ്പിസോഡ് നിർത്തിയാണ്. അൻവർ പിന്നെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകത്തിൽ നിന്ന്. ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ അതൊന്നുകൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. മനസ്സിലായോ? അടുത്ത എപ്പിസോഡ് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അൻവറിനോടും എന്നെ കേട്ടവരോടും പറയുകയാണ്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പാപമൊഴികെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു എൻ്റെയും അൻവറിൻ്റെയും മുഹമ്മദിൻ്റെയും ലോകത്തിലെ സകല മനുഷ്യരെയും പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു. അവൻ അടിയേറ്റു, മുഖത്ത് തുപ്പ് ഏറ്റു. ഓരോരുത്തർ ചെയ്തതും സ്വയം ഏറ്റെടുത്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. മനസ്സിലായോ? അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ വേണ്ടിയാണ്. കേട്ടോ അൻവറെ? അതുകൊണ്ട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കും. നിങ്ങൾ അതരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി ചെയ്ത പാപങ്ങളെ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അതിന് ഇടത്തോട്ട് മുണ്ടെടുത്തിട്ട് 7 പ്രാവശ്യം കാവയ്ക്കൂറ്റ് നടക്കണ്ട. മറ്റേ അവിടെ വെച്ചിരിക്കുന്ന കറുത്ത കല്ലിൽ ഉമ്മ വെക്കാൻ പോകണ്ട. മനസ്സിലായോ? അന്ത്യനാളിൽ ആ കറുത്ത കല്ല് കൈയും കാലും ഒക്കെ വെച്ചുകൊണ്ട് വരുമല്ലോ. ആരൊക്കെ ഇതിൽ ഉമ്മ വെച്ചിട്ടുണ്ട്, ആരൊക്കെ ഇതിൽ നോക്കിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. പിന്നെ കബർ ദണ്ഡനമില്ല, കബർ ശിക്ഷയില്ല, കബർ പരീക്ഷണമില്ല. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഇന്ന് മരിച്ചാൽ ഞങ്ങൾ കർത്താവിനോട് കൂടെ. നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ?
നിങ്ങൾ മയ്യത്തായി നിങ്ങളെ ഖബറിലേക്ക് വെച്ച് അവസാന നിമിഷത്തിന്റെ ആളിന്റെ ചെരുപ്പടി ശബ്ദം മാറുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ചെവിയും കേൾക്കാൻ വയ്യാത്ത രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എഴുന്നേപ്പിച്ചിരുത്തിട്ട് അടിയോടടി ഊട്ടുപാട്ടടിയാണ്. എൻ്റെ പൊന്നടാവ്, എന്തിനീ അടികൊള്ളാൻ വേണ്ടി അവിടെ കിടക്കുന്നേ? ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ പ്രവാചകനോ നിങ്ങൾക്കോ സമാധാനമില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബറിലും സമാധാനമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ആ ഒരു അടി കിട്ടുന്ന സമാധാനക്കേടിന്റെ മതത്തിൽ നിന്നും മാറി ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് വരിക. മനസ്സിലായോ? ദൈവ വചനം എടുത്തിട്ട് ഈ കാക്കി കൂക്കി പരിപാടി ഒന്നും കാണിക്കരുതേ കേട്ടോ. കാരണം എന്താ അറിയോ? അത് പ്രശ്നമായി തീരും. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ്, ഇവർ ഇത്തരം തന്ത്രങ്ങളുമായിട്ട് ഇനിയും വരും. കാരണം എന്താ അറിയോ? വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു പിശാച് തന്ത്രശാലിയാണ്. ഖുറാൻ്റെ അകത്ത് പറയുന്നു അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള എല്ലാ കൃപകളും ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇത്തരം തന്ത്രങ്ങളെ പൊളിക്കുവാനും ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ കേട്ട എല്ലാവരോടും പറയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നിസ്തുല്യ നാമം മാത്രം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.